ഗായ്സ്, അപ്പോൾ ആണ് നമ്മൾ രാവിലെ കല്യാണത്തിന് പോകാൻ ഇറങ്ങിയേക്കുവാണ്. ഇതാണ് നമ്മുടെ ചെറുക്കൻ കേട്ടോ. പണ്ട് നമ്മളും ചെറുക്കനും ഒക്കെ ഇനി പോകാനുള്ളൂ. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞാണ്ട് എൻ്റെ ചേട്ടനും ചേട്ടത്തിയും അതുപോലെ തന്നെ ചേട്ടൻ്റെ കൂട്ടുകാരന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് കുളനട ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ താലികെട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പണ്ട് ഇതായിരുന്നു താലികെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കൂടെ അവർക്കൊരു പണി കൊടുക്കുകയാണ്. കരിക്കിനകത്ത് എന്തോ കലക്കി കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ എടുക്കാൻ നേരത്ത് പറഞ്ഞു എനിക്ക് എൻ്റെ സബ്സ്ക്രൈബ്സിന് ഹായ് തരണം എന്നൊക്കെ പറഞ്ഞു. പണ്ട് എല്ലാവരും ഹായ് ഒക്കെ തന്നു കേട്ടോ. അവർ രണ്ടുപേരും ഹായ് ഒക്കെ തന്നു. അത് കഴിഞ്ഞ് നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ പോയി കേട്ടോ. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഫോട്ടോഷൂട്ടിനായിട്ട് ഇറങ്ങിയേക്കുവാണ്. നമ്മൾ എവിടെ പോയാലും ഒരു 2-3 ഫോട്ടോ എടുത്തില്ല നമുക്ക് ഉറക്കം വരത്തില്ലല്ലോ. അങ്ങനെയാണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറമാനെ. അപ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മളിനി പോകാൻ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടി വരുവാണ്. അപ്പോൾ ചേച്ചിക്ക് അന്നേരമൊന്നും വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് അങ്ങോട്ട് വന്നപ്പോഴത്തേനാണ് ഭയങ്കര വിഷമമായി കരഞ്ഞത്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ റിസപ്ഷൻ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുറേ ചേട്ടന്മാരുടെ പാട്ടൊക്കെ ഉണ്ട്. അതെല്ലാം കയറി കാണണം കേട്ടോ. കുറച്ച് ലോങ് ആണ്, എന്നാലും കാണണം എല്ലാവരും. അപ്പം ചേച്ചിയുടെ വീട് പന്തളത്താണ്. അപ്പം ചേച്ചി പന്തളത്ത് നിന്ന് ഇനി നമ്മുടെ ഇളമണ്ണൂരോട്ട് വരുവാണ്. അപ്പോൾ ചേച്ചിയുടെ പേര് ജിഷ എന്നാണ്, ചേട്ടൻ്റെ പേര് ഹരി എന്നാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കയറി കാണണേ. സുരക്ഷിതനാണ്. അന്ന് കയറുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇതാണ് കേട്ടോ നമ്മൾ റിസപ്ഷന് വന്നപ്പോൾ മീനാക്ഷിയൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തപ്പോൾ മീനാക്ഷി പറയും വീഡിയോ എടുക്കണ്ട ആണ്ട് ഇത് അവരുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ മീനാക്ഷിയുടെ അമ്മയാണ്, മണിയമ്മയാണ്. മണിയമ്മ എനിക്ക് ഹായ് ഒക്കെ തന്നു. അങ്ങനെയാണ് നമ്മൾ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫ്രൈഡ് റൈസ് ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ കപ്പയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ചേട്ടന്മാരുടെയൊക്കെ പാട്ടാണ്. അപ്പം നമ്മൾ അതൊക്കെ ഇനി ഇടാം. വേദനിഹാരാഹരാ ജീവേശ്വരായ ശങ്കരാ നാദ ശരീരാ പരാ വേദനിഹാരാഹരാ ജീവേശ്വരായ ശങ്കരാ ജീവനി പ്രാണമേ ഗാനമണി മൗനവിചക്ഷണ ഗാനവിലക്ഷണ ഗാനമേ യോഗമണി പ്രാണമുനീവനി ഗാനനി ജീവനി പ്രാണമേ ഗാനമണി മൗനവിചക്ഷണ ഗാനവിലക്ഷണ ഗാനമേ യോഗമയീ നാദോപാസന చేసిన వాడలు నీవాడలు నేనైతే నాదోపాసన చేసిన వాడలు నీవాడలు నేనైతే విగ్రహీన హిరగిన గిరిగిన కందరా నీల కందరా రుద్రమురళి రుద్రవీణ నిందిక గానమిది అవధరించరా గిరిధరించరా శంకరా నాద శరీరా పరా వేదన
मेरे से मेरे तो मेरे से जरा तो सिर सिर बोलूगा बोलू उरुमेरी सरी सरी नना सिर सिर बोलूगा बोलू मेरे से मेरे तो दिल से जला जला चिरी चिरी बोलूगा बोलू उरुमेरी मुनि मुनि सरी सरी नना सिर सिर बोलूगा बोलू परबसार शिव सोगंगा मरगुदारिया शिवगंगा परबसार शिव सोगंगा मरगुदारिया शिवगंगा तारानहरि मुഴകുകയങ്ക ആനന്ദ വിഷ്ണി തടവങ്ക शंकरा 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 ഒരു വല്ല പൊന്നപ്പൂവും കരിയില ചാതും അരികാണ കുന്നിൽ നിന്നും തിരുവോണിപ്പാവും അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരെയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളിനി വീട്ടിലൊക്കെ പോകാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ നാത്തൂൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.